ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഫോർ വ്ളോഗിന്റെ കൃഷി ചലഞ്ചിന്റെ 4ാം ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നടാൻ പോണത് മുളകിന്റെയും തക്കാളിയുടെയും വിത്താണ്. ഈ ഷട്ട് ഡൗൺ കാരണം മുടി വെട്ടാൻ പറ്റിയിട്ടില്ല. ഇനി 3 ആഴ്ച കഴിയുമ്പോഴത്തേന് എന്താവോ? വിഷമിക്കേണ്ട കിച്ചു, വായുവിന്റെ ഉണ്ടെടുത്ത് നമുക്ക് 2 സൈഡും ഇങ്ങനെ ഇടാം. ഞാൻ ഇതെടുത്ത് ഇനി നമുക്ക് ഇന്നത്തെ വിത്ത് നട്ടാലോ? നമ്മളിന്ന് നടാൻ പോണത് തക്കാളിയുടെ വിത്തും മുളകിന്റെ വിത്താണ്. പിന്നെ കുറച്ച് തക്കാളി തൈ വീട്ടിലുണ്ട്, അത് കുറച്ച് നടാൻ വേണം. അത് നടാനുള്ള ഗ്രോ ബാഗാണ് നമ്മൾ ഈ സെറ്റ് ചെയ്ത് ചെയ്യുന്നത്. വിത്ത് നടാനുള്ളതാണ് ഇതാണ് കേട്ടോ നമ്മുടെ വിത്തുകൾ. ഇത് തക്കാളിയും ഇത് പച്ചമുളകാണ്. തക്കാളിയുടെ നടാം. വേണ്ട തക്കാളി ആദ്യം തക്കാളി നടാം. ഇത് ടോസ് ടോസ് ഇടാം നമുക്ക്. അങ്ങനെ വരട്ടെ, ഇങ്ങനെ കുറച്ച് മതി. ഇത് വീണാല് പച്ചമുളക്, ഇത് വീണാ തക്കാളി. ടോസ് എന്നാ പച്ചമുളക് നീ നടുക. നല്ല വിത്തുകളാണ് കേട്ടാ. നടാനുള്ളത് കേട്ടോ. ഇനി നമുക്ക് മുളയ്ക്കുന്നവരെ കാത്തിരിക്കാം. അമ്മ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും. അയ്യോ, ക്ഷീണിച്ചല്ല കിച്ചു. കലങ്ങിയില്ല. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ. ഫ്രണ്ട്സ്, നമ്മൾ ഇതിൽ പോട്ടിംഗ് മിക്സും കുമ്മായം ഇട്ടിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ കുറെ പച്ചലൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മ. ഇനി നമുക്ക് തക്കാളിയിലെ തൈകള് നടാം. കുറച്ച് കുഴിയാക്കി. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മ എല്ലാ തക്കാളിയിലെ തൈയും നട്ടിട്ടുണ്ട്. ഇത് നമ്മ 1ാം ദിവസം നട്ട പാലക്കിന്റെ വിത്താണ്. മുള വന്ന് തുടങ്ങിയിട്ടാ. ഫ്രണ്ട്സ്, നമ്മളെല്ലാത്തിലും നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചലഞ്ച് ഏറ്റെടുത്തവരുടെ ഫോട്ടോസും വീഡിയോസും കാണാം. ടെക് ഫോർ വ്ളോഗിന്റെ കൃഷി 2020 ചലഞ്ചിൽ ഞാനും ചലഞ്ച് ഏറ്റെടുക്കുന്നു. അതിനായി ഞാൻ ആദ്യം 3 ഗ്രോ ബാഗിൽ പച്ചവഴുതനങ്ങയുടെയും വെണ്ടയ്ക്കയുടെയും തക്കാളിയുടെയും വിത്തുകളാണ് പാവാൻ പോകുന്നത്.
കൃഷി ചലഞ്ച് 4-ാം ദിവസം രാവിലെ 7 മണി. മുളകൾ വന്നോ എന്ന് നോക്കുവാനും വെള്ളമൊഴിക്കാനും ഇംതിയാസും ഇഹ്സാനും പോവുകയാണ്. വിത്തുകൾക്ക് മുള വന്നു തുടങ്ങി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇന്നലെ ഞങ്ങളുടെ ഫസ്റ്റ് പ്ലോട്ട് റെഡിയായി കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ രണ്ടാമത്തെ പ്ലോട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ആദ്യമായി ഞങ്ങൾ തടം വെട്ടി. അതിൽ ഞങ്ങൾ ഇപ്പോൾ ചണ്ടി വിതറിയിട്ടുണ്ട്. പിന്നെയും അതിൻ്റെ മേളിൽ ഞങ്ങൾ മണ്ണിട്ടിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ വിത്തിടും. അതിൻ്റെ മുകളിൽ എന്നിട്ട് ഉണങ്ങിയ ചാണകം വിതറും. അപ്പോൾ ഞങ്ങൾ വിത്ത് നടൽ തുടങ്ങുന്നു. സുഹൃത്തുക്കളെ, ഞാനൊരു ടിപ്പ് പറയാം. ചീരവിത്ത് നടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഉറുമ്പെടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ നമ്മൾ മഞ്ഞപ്പൊടി ഇതിന് മേലെ ഇടണം. ഞങ്ങൾ ഇപ്പോൾ ചാണകം ഇടാൻ പോകുകയാണ്. ഇപ്പോൾ ഞങ്ങൾ വിത്ത് നട്ടു കഴിഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം കാണാൻ നോക്കിനി. ഗുഡ് ബൈ.